ജനുവരി 11 ലിറ്റററി ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ നടത്തിയൊരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പഴയകാല ലേഖനം അതുപോലെ അദ്ദേഹം എടുത്ത് വായിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗ്ഗമാണ്. ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി. നമ്പർ 1. 2. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനാവുന്നത്, EMS നേതാവാകുന്നത്, മഹാനായ നേതാവാകുന്നത്. അത് പോയിന്റ് നമ്പർ 2. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല. അതാണ് പോയിന്റ് നമ്പർ 3. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. ഈ 4 പോയിന്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ആ സമയത്ത്. അതിനുശേഷം ഉണ്ടായ പുകിലും പുക്കാറും വലുതാണ്. അതിനുശേഷം മുകുന്ദൻ മറ്റൊരു വേദിയിൽ ഇതുപോലെ സമാനമായ അഭിപ്രായം പറയുന്നു. അതിനുശേഷം എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത് സംബന്ധിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. പരസ്പരം വിരൽ ചൂണ്ടുന്നു. MT പറഞ്ഞത് ഇന്നയാളെയാണ്, ഞങ്ങളെയല്ല എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. ഈ അന്വേഷണങ്ങളുടെ ഈ ആരോപണങ്ങളുടെ മുൻ ആർക്ക് നേരെയാണ് MTയുടെ കുന്തം പാഞ്ഞത് എന്നത് സംബന്ധിച്ച് തർക്കം BJPയും CPM തമ്മിലേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് ഇതിൽ നിന്ന് മാറുന്നു. കാര്യം കോൺഗ്രസിനെ പറ്റി ഒരു ചർച്ച അതിനകത്ത് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് എന്ന് മാത്രമല്ല, പൊതുജനം ആ തർക്കത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം കേൾക്കുന്ന ഏതൊരാൾക്കും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം മനസ്സിലാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ EMSനെ ഉദാഹരിച്ചുകൊണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്, EMSന്റെ പേര് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ഇനി EMSനെ മാറ്റി നിർത്തിയാൽ, EMSന്റെ പേര് പറഞ്ഞാൽ EMSനെ മാറ്റി നിർത്തിയാൽ നമുക്ക് മോദിയെയും സമാനമായി തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. നേതൃപൂജയും കാര്യങ്ങളൊക്കെ ഒക്കെ ശരിയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന് അരക്കിട്ട് ഉറപ്പിക്കുകയാണിപ്പോൾ. കാരണം MTയുടെ പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ്. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ. ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ള, ഇത്രത്തോളം വൈജ്ഞാനിക ശക്തിയുള്ള, തൃഷ്ണാപരമായി അത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന, അത്രത്തോളം സ്വാധീനശേഷിയുള്ള ഒരു മനുഷ്യനാണ് MT എന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് സർക്കാർ സ്വയം നാണം കെടുന്നൊരു കാഴ്ചയും കൂടെ കാണുകയാണ്. ആരെയാണ് MT ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങളെയാണ് എന്ന് ഉറപ്പായും സർക്കാർ വിളിച്ചു പറയുന്നതിന് തുല്യമാണ് അത്. അത്ര നാണം കെട്ട ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മനോനില മാറി എന്നുള്ളതാണ്. MT വാസുദേവൻ നായരുടെ പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ സർക്കാരിന് തലയ്ക്കോളം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അത്രത്തോളം ഔന്നത്യത്തിലുള്ള ഒരു സാംസ്കാരിക നായകനും എഴുത്തുകാരനുമാണ് MT. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾക്കായി മലയാളം കാതോർക്കുന്നത്, അത്രത്തോളം ആരാധനയോടെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് MT ഉദ്ദേശിച്ച ആൾക്കാരെന്ന് ഒരു സൈഡിൽ നിന്ന് ശക്തമായിട്ട് വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഇതൊരു സർക്കാരിനും നല്ല ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും സാംസ്കാരിക നായകന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അത്രത്തോളം സാധ്യതയുള്ള, ഭരണഘടനാപരമായ സാധ്യതയുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് അത്രത്തോളം സാംസ്കാരിക ഔന്നത്യമുള്ള, കുറേ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സാംസ്കാരിക കെട്ടുറപ്പുള്ള കേരളത്തിലാണ് ഒരു സർക്കാർ ഒരു എഴുത്തുകാരൻ്റെ ഭരണകൂട വിമർശനത്തിനെതിരെ, അതേത് ഭരണകൂടം ആയിക്കോട്ടെ, ഭരണകൂട വിമർശനത്തിനെതിരെ ബാഹ്യ ഇടപെടലുണ്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും എഴുതി പഠിപ്പിച്ചിട്ട് വേണമല്ലോ MT വാസുദേവൻ നായർക്ക് വേദിയിൽ വന്ന് പ്രസംഗിക്കാൻ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നാണക്കേടാണ്. സർക്കാരിന് മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഈ സർക്കാരിനെ വിമർശിക്കുന്നവരെയൊക്കെ ഈ രീതിയിൽ വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത നിയമസഭാ സാമാജികനാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ഈ വിഷയവുമായി മുന്നോട്ട് പോയപ്പോൾ നാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീടും പരിസരവുമെല്ലാം സർവേ ഉദ്യോഗസ്ഥർ വന്ന് അളക്കുന്നു, അതിൽ ക്രമക്കേടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. മാധ്യമങ്ങളിലും തെരുവിലും ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജയിലിലിട്ടു. കുറേ ദിവസം, 8 ദിവസത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം കേസെടുത്തു ഇവർ. മാത്രമല്ല, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും എല്ലാവരും ചേർന്ന് തല്ലിച്ചതച്ച് അവശരാക്കി. ഇവിടെ MT വാസുദേവൻ നായർ ഇത്രയും കാതലുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് തങ്ങളെക്കുറിച്ചല്ല എന്ന് എല്ലാവരും ഒത്തുപാടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ
സ്വബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആരും കൂടി ഈ വിമർശനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ മറ്റെന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക? ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ വിഭാഗം ഒരു അന്വേഷണം നടത്തി. MD വാസുദേവൻ നായർ അവിടെ പ്രസംഗിച്ചത് ഇടപെടലുണ്ടോ? കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ADGPക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ബാഹ്യ ഇടപെടലില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് MDക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത് MDയെ കൊണ്ട് പറയിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സർക്കാരിന്റെ നിലവാര തകർച്ച എത്രത്തോളം വലുതാണ്. ഇനി 1ാം ക്ലാസ്സിൽ പോയി നഴ്സറി തൊട്ട് ആശാൻ പള്ളിക്കൂടം തൊട്ട് സർക്കാർ പഠിക്കണം എന്നാണ് പറയാനുള്ളത്. അക്ഷരം പഠിക്കണം. അല്ലെ എന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ ആ ഇടപെടലിനനുസരിച്ച് കാര്യങ്ങൾ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുന്ന ആളാണ് MD വാസുദേവൻ നായർ എന്ന് ആരെങ്കിലും വിദൂരമായെങ്കിലും സർക്കാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാംസ്കാരിക വകുപ്പൊക്കെ പിരിച്ചുവിടണമെന്നാണ് അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.